Hi, hello. Welcome to yet another video of Garage 51. ഒരു മാസത്തിന് ശേഷമാണ് കേട്ടോ ഞാനിപ്പോൾ യൂട്യൂബിലേക്ക് ഒരു വീഡിയോ ചെയ്യുന്നത്. കുറച്ചധികം ബിസി ആയിരുന്നു, കുറച്ച് ഹോസ്പിറ്റൽ കേസും കാര്യങ്ങളൊക്കെ ആയിട്ട്. അതുപോലെ തന്നെ മൈൻഡും അത്ര ഓക്കെ ആയിരുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ എന്തായാലും ഒരു റീസ്റ്റാർട്ട് വേണം, നമുക്ക് വീഡിയോസൊക്കെ ആയിട്ട് വരണം. അപ്പോൾ എന്തായാലും ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഇനി എന്തായാലും കണ്ടിന്യൂസ് ആയിട്ട് ഈ വീക്കിലി നമുക്ക് വീഡിയോസൊക്കെ ഉണ്ടാവും. അതുപോലെ തന്നെ റീൽസും കാര്യങ്ങളൊക്കെ നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്, അതൊക്കെ നമ്മൾ റീസെൻ്റ്ലി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ നമ്മുടെ ഷോപ്പിൽ പറയാതിരിക്കാൻ പറ്റില്ല, നമ്മളെ യൂട്യൂബ് വീഡിയോ കണ്ടിട്ട് ഒരുപാട് കസ്റ്റമേഴ്സ് വരുന്നുണ്ട് കേട്ടോ. നമുക്ക് പെരിന്തൽമണ്ണ, നിലമ്പൂർ ആ സൈഡിൽ നിന്നൊക്കെ EFI കാർബറേറ്റർ ആക്കാനും അതുപോലെ തന്നെ ബെൽ ഡ്രൈവിൻ്റെ ഒക്കെ ഒരുപാട് വണ്ടികൾ വരുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ഒന്നും വീഡിയോസ് ഈ ഒരു മാസത്തിൽ വന്നതൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. അപ്പം നമുക്ക് നല്ല സപ്പോർട്ടാണ് നിങ്ങൾ തരുന്നത്. അപ്പോൾ ഒരുപാട് സന്തോഷം. അപ്പോൾ ഇനിയും നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവണം. ഇനിയും നല്ല നല്ല വീഡിയോസും അതുപോലെ വർക്ക്ഷോപ്പ് വീഡിയോസും പ്രൊഡക്ട്സിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ എന്തായാലും കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഇടാൻ ശ്രമിക്കാം കേട്ടോ. അപ്പോൾ ഒരു മാസമായിട്ട് വീഡിയോസ് ഇടാത്തതുകൊണ്ട് ഒന്നും വിചാരിക്കേണ്ട, കുറച്ചധികം തിരക്കായിരുന്നു. അപ്പോൾ ഇനി എന്തായാലും ഞാൻ കറക്റ്റായിട്ട് തന്നെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നിങ്ങളെ സപ്പോർട്ട് ഉണ്ടാവണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു മാസം കഴിഞ്ഞ വിസിറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് പ്രൊഡക്ട്സിൻ്റെ അപ്ഡേഷൻസും വർക്ക്ഷോപ്പ് അപ്ഡേഷൻസൊക്കെ പറയുകയാണ്. സോ മൂവ് ഓൺ ടു ദ വീഡിയോ. ഹെൽമെറ്റിൻ്റെയും ടയേഴ്സിൻ്റെ ഒക്കെ കുറച്ചധികം കളക്ഷൻസ് തന്നെ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ യൂണിഫോമിൻ്റെയും പവറേജിൻ്റെ ഒക്കെ 650 യൂസ് ചെയ്യാൻ പറ്റുന്ന എക്സോസ്റ്റൊക്കെ നമ്മൾ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ പറയാം. അടിപൊളി എക്സോസ്റ്റ് ആണല്ലോ, ഞാൻ എപ്പോഴാണ് കാണുന്നത്. നല്ലൊരു ഷെയ്ഡാണ് കേട്ടോ അത് വരുന്നത്. ഇത് സിൽവർ ഷെയ്ഡ് അല്ല, എന്നാൽ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ഷെയ്ഡും അല്ല, ഒരു പ്രത്യേകതരം ഒരു അലുമിനിയം ഷെയ്ഡ് പോലെയാണ് കേട്ടോ വരുന്നത്. നല്ല ഭംഗിയുണ്ട്. അതുപോലെ തന്നെ യൂണിഫോമിൻ്റെ പുതിയ എക്സോസ്റ്റ് ഈ ഒരു പാറ്റേൺ വന്നിട്ടുണ്ട്. പിന്നെ അറിയാലോ നമ്മുടെ എക്സ്പൾസ് 200-നും 210-നൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ക്രാഷ് ഗാർഡ്സ് കാര്യങ്ങളൊക്കെ നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഹെൽമെറ്റിൻ്റെ സെക്ഷനിലോട്ട് വരുമ്പോൾ നമ്മൾ കുറച്ചധികം സ്റ്റഡ്സിൻ്റെ ഹീലിയോസ് പാറ്റേൺസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരുപാട് കളേഴ്സ് ഉണ്ട്. 1 2 3 4 5 6 7 8 9 കളേഴ്സോളം വരുന്നുണ്ട് കേട്ടോ. ഇവിടെ നമ്മളിപ്പോൾ ഒരു പുതിയൊരു എഡിഷനും കൂടി കൊടുത്തിട്ടുണ്ട്. സൂപ്പർമാൻ്റെ ഒരു ലിമിറ്റഡ് എഡിഷൻ പാറ്റേൺ ആണ്. ഉണ്ടോ, കുറച്ചധികം അപ്ഡേഷൻസ് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഹീലിയോസ് ആണ് കേട്ടോ. നമുക്ക് ഒരുപാട് മൂവിങ് ഉള്ള ഒരു ഡിസൈനാണ് ഹീലിയോസ് എന്ന് പറയുന്നത്. പിന്നെ ഇതൊക്കെ നമ്മൾ സ്റ്റോക്ക് ചെയ്യാണ്, എപ്പോഴും കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്റ്റോക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. പിന്നെ ഹാൻഡിൽസിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്, ഞാൻ ചെയ്യുക. കുറച്ച് ബിസി ആയതുകൊണ്ടാണ് കേട്ടോ. ഇതൊക്കെ ഇവിടുന്ന് എടുത്തിട്ട് നമ്മൾ കൈയോടെ ഡിസ്പ്ലേ ചെയ്ത് ഏത് വണ്ടിക്കാണ് എന്നൊക്കെ പറയണ്ടേ. അപ്പോൾ അതിൻ്റെ കുറച്ച് തിരക്കിലാണ്. അപ്പോൾ എന്തായാലും ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്യാം കേട്ടോ. പിന്നെ എക്സ്പൾസ് 210-ന് പറ്റിയിട്ടുള്ള ക്രാഷ് കാർഡാണ് കേട്ടോ ഈ തൂങ്ങി കിടക്കുന്നത്. ഹാഫ് ഫേസ് ഹെൽമെറ്റ്സിൻ്റെ നല്ല കളക്ഷൻസ് വന്നിട്ടുണ്ട്. സ്റ്റീൽ ബേർഡിൽ വിൻറ്റേജ് എന്ന് പറഞ്ഞൊരു ഡിസൈനാണ്. ഇതിൻ്റെ പീക്കും കാര്യങ്ങളൊക്കെ നല്ല സ്ട്രോങ് ആണ് കേട്ടോ. ഇതിൻ്റെ ഒരുപാട് ഷെയ്ഡ് ഉണ്ടായിരുന്നു, കഴിഞ്ഞതാണ്. അതിൻ്റെ ഒരു റീല് നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതിൽ സെയിം ആ നിക്കോല് വരുന്നുണ്ട്, പക്ഷെ ഇതിൻ്റെ പീക്ക് ഇത്ര ക്വാളിറ്റി ഇല്ല. ഇതാണ് ഒന്നുകൂടി ക്വാളിറ്റി വൈസ് നല്ലത്. വിൻറ്റേജിൻ്റെ തന്നെ നല്ല അടിപൊളി ബ്ലൂ ആണ്. നമ്മൾ പേൾ വൈറ്റ് എന്നൊക്കെ പറയില്ല, അതുപോലത്തെ ഒരു നല്ല കളറാണ് കേട്ടോ. മയിലിൻ്റെ ഒക്കെ കളറിനോട് മാച്ചിങ് ആയിട്ടുള്ളൊരു ഷെയ്ഡാണ് കേട്ടോ. പിന്നെ ഇവിടെ നമ്മൾ എപ്പോഴും റോയൽ എൻഫീൽഡിൻ്റെ ഹെൽമെറ്റ്സ് ഒക്കെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കും. പിന്നെ കിഡ്സ് ഹെൽമെറ്റ്, പിന്നെ ഹാഫ് ഫേസിൽ തന്നെ മാറ്റ് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മാറ്റ് ഗ്രീൻ, മാറ്റ് ബ്ലാക്കിൽ തന്നെ കുറച്ചും കൂടി ലെങ്തി ആയിട്ടുള്ള വൈസർ വരുന്നതുണ്ട്. പിന്നെ ഈ ഒരു ഷെയ്ഡ് ഇത് വീഡിയോയിൽ കുറച്ചും കൂടി ലേറ്റാണ്, പക്ഷെ നല്ല ഡാർക്ക് ഷെയ്ഡാണ് കേട്ടോ. ഡാർക്ക് ആഷാണ്, നല്ല ഭംഗിയുണ്ട്. അപ്പോൾ വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചാൽ മതി. പിന്നെ ഇവിടെ ലേഡീസിൻ്റെ ഒരു കിഡിലും കളർ വന്നിട്ടുണ്ട് കേട്ടോ. ഇത് വീഡിയോയിൽ കുറച്ച് ലേറ്റാണ്, പക്ഷെ ഇത് ശരിക്കൊരു ഡെസേർട്ടിൻ്റെ കളറാണ് വരുന്നത്. നല്ല ഭംഗിയുണ്ട് കേട്ടോ.
പിന്നെ ഒരു ലാവൻഡറും പിങ്കൊക്കെ വരുന്നുണ്ട്. ഇതൊക്കെ പിന്നെ കോമൺ ആയിട്ട് നമ്മളവിടെ കൊടുക്കുന്ന കളേഴ്സ് തന്നെയാണ്, ഞാൻ എടുത്ത് കാണിക്കാത്തത്. പിന്നെ കിഡ്സ് ഹെൽമെറ്റൊക്കെ എപ്പോഴും നമ്മൾ സ്റ്റോക്ക് ചെയ്യുന്നത് തന്നെയാണ് കേട്ടോ. പിന്നെ ഇവിടെ നമ്മൾ കുറച്ചധികം ലിവേഴ്സ് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. KTMൻ്റെ ലിവറാണിത്. നല്ല കളേഴ്സൊക്കെ വന്നിട്ടുണ്ട്, ഓറഞ്ച്, ഗ്രീൻ, ബ്ലൂ, ബ്ലാക്ക്, ഓക്കെ, V3 അങ്ങനെയുള്ള വണ്ടികൾ നമ്മളിതിൽ പ്രിൻ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് വാങ്ങാം. എനിക്ക് തോന്നുന്നത് KTM, V3, ഡൊമിനോർ പോലുള്ള വണ്ടികൾക്കുള്ള സെറ്റപ്പാണെന്ന് തോന്നുന്നുണ്ട്. പിന്നെ സൈഡിൽ ബാഗ്സും കാര്യങ്ങളൊക്കെ നമ്മൾ എപ്പോഴും സ്റ്റോക്ക് ചെയ്യുന്നത് തന്നെയാണ് കേട്ടോ. പെഡോക്ക് കാര്യങ്ങളൊക്കെ. മാസത്തിന് ശേഷം നമ്മൾ വർക്ക്ഷോപ്പൊക്കെ ഒന്ന് ജസ്റ്റ് വിസിറ്റ് ചെയ്യാണ്. ഇവിടെ ക്രാഷ് ഗാർഡ് ഫിറ്റിങ്ങിന് വേണ്ടി ഒരു വണ്ടി വന്നിട്ടുണ്ട്. സ്റ്റാൻഡേർഡ് 350ക്ക് നമ്മൾ എയർഫ്ലൈ ക്രാഷ് ഗാർഡാണ് കേട്ടോ ഫിറ്റ് ചെയ്യാൻ പോകുന്നത്. ഇതിൻ്റെ പഴയ ക്രാഷ് ഗാർഡിൻ്റെ ക്ലാമ്പും കാര്യങ്ങളൊക്കെ തുരുമ്പ് പിടിച്ച കാരണം ആൾ പുതിയത് വാങ്ങുകയാണ്. ഇത് പൗഡർ കോട്ടനാണ് കേട്ടോ ഈ ഒരു ക്രാഷ് ഗാർഡ് വരുന്നത്. ഇത് JB റേസിംഗ് ബ്രാൻഡിൽ വരുന്ന ക്രാഷ് ഗാർഡാണ്. നല്ല അടിപൊളി, കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. നല്ല പൗഡർ കോട്ടൺ ആയതുകൊണ്ട് ബ്ലാക്ക് അടിപൊളിയാണ്. അപ്പോൾ അതിൻ്റെ ക്ലാമ്പും കാര്യങ്ങളൊക്കെ പഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ കൈയോടെ ഫിറ്റ് ചെയ്തിട്ട് വണ്ടി കൈയോടെ നമ്മൾ ഒഴിവാക്കും. ഇതിന് ഫിറ്റിങ്ങിന് അങ്ങനെ ഒരുപാട് ടൈമൊന്നും വേണ്ട. പഴയ ക്രാഷ് ഗാർഡ് ആൾ സൈഡിൽ കെട്ടി വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇൻ്റർസെപ്റ്ററിന് ഒരുപാട് പണികളുണ്ട്, അഴിച്ചിട്ടേക്കാണ്. കുറച്ചധികം പാർട്സും കാര്യങ്ങളൊക്കെ വരാനുണ്ട്. വണ്ടികളൊക്കെ വർക്കിന് ഇരിക്കുകയാണ് കേട്ടോ, വെയിറ്റിംഗ് ആയിട്ട്. ഈ ഒരു ഹെൽമെറ്റ് നമ്മുടെ ഷോപ്പിൽ പുതിയതായിട്ട് വന്നിട്ടൊരു ഡിസൈനാണ് കേട്ടോ. ഇത് ഹാഫ് ഫേസിൻ്റെ ഹെൽമെറ്റാണ്. വെഗ VO4 എന്നാണ് ഇതിൻ്റെ നെയിം വരുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ ഡുവൽ വൈസറാണ് ഇതിന് വരുന്നത്. ഒരു ലെങ്തി ആയിട്ടുള്ളൊരു വൈസർ വരുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് ഒരു സൺഷീൽഡ് പോലെ ഇന്നർ സൺഷീൽഡ് എന്ന് പറയുന്നൊരു വൈസറും വരുന്നുണ്ട് കേട്ടോ. ഫ്രഷ് പീസ് ആയതുകൊണ്ട് തന്നെ കുറച്ച് ഡേറ്റ് ഉണ്ട്. ഇതിൻ്റെ മെക്കാനിസം പറയുന്നത് ഇവിടെയാണ് കേട്ടോ. ഇന്നർ സൺഷീൽഡിൻ്റെ മെക്കാനിസം ഇവിടെയാണ് വരുന്നത്. പിന്നെ ഇതിൽ കണ്ടോ, വണ്ടിയിൽ ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഹോളും വരുന്നുണ്ട്. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്കിത് വണ്ടിയിൽ ലോക്ക് ചെയ്ത് വെക്കാം. നല്ല ഹെൽമെറ്റാണ് കേട്ടോ. ഇതിൻ്റെ ഗ്ലോസി ബ്ലാക്ക്, ഗ്ലോസി സിൽവർ, പിന്നെ ഒരു മാറ്റ് ബ്ലാക്കാണ് നമ്മുടെ ഷോപ്പിൽ നമ്മൾ കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇതൊക്കെ ഇപ്പോൾ ഞാൻ വന്നപ്പോൾ നോക്കിയപ്പോൾ കണ്ടതാണ് ഈ ഒരു ഹെൽമെറ്റും കാര്യങ്ങളൊക്കെ. പിന്നെ ഇതൊരു അലുമിനിയം ഷെയ്ഡ് എന്നാട്ടോ ഞാൻ പറഞ്ഞത്. പക്ഷേ ഇത് അലുമിനിയം ഷെയ്ഡല്ല, ഒരു ടൈറ്റാനിയം ഷെയ്ഡ് എന്നാണ് പറയണത്. പിന്നെ ഒരുപാട് പേര് പറയുന്നുണ്ട് പലയിടത്തും. ഇപ്പോൾ കൃത്യമായിട്ടൊരു പേര് പറയാൻ പറ്റില്ല. എന്തായാലും നൂർഫോമിയുടെ പെർഫോമൻസ് എക്സോസ്റ്റുകളാണ് കേട്ടോ നമ്മളിവിടെ സ്റ്റോക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ക്രാഷ് ഗാർഡ് ഫിറ്റ് ചെയ്ത് പോയിട്ടോ. ഞാൻ അവിടെ ഹെൽമെറ്റൊക്കെ എടുക്കുമ്പോഴത്തേനും വണ്ടി പേ ചെയ്ത് പോയി. അപ്പോൾ ഇത് 350 ക്ലാസിക്കാണ്, മാറ്റ് ബ്ലാക്ക്. ഇതിൻ്റെ ടയറാണ് നമ്മൾ രണ്ടും മാറ്റുന്നുണ്ടോ, ഫ്രണ്ടും ബാക്കും നമ്മൾ മാറ്റുന്നുണ്ട് കേട്ടോ. റേസിൻ്റെ ടയേഴ്സാണ് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുന്നത്. എനിക്ക് ഈ വണ്ടി നല്ല ഇഷ്ടം കേട്ടോ, മാറ്റ് ബ്ലാക്ക്. വർക്ക്ഷോപ്പിലോട്ട് വരുമ്പോൾ നമ്മൾ ഈ ഒരു വണ്ടിയുടെ ടയർ മാറ്റാൻ വേണ്ടി നിർത്തിയിട്ടുണ്ടല്ലോ. അപ്പോൾ ഇതിൻ്റെ ബാക്ക് ടയർ നമ്മൾ മാറ്റി ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ ഫ്രണ്ട് ടയർ ഊരി നമ്മൾ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. പൾസറാണ് കേട്ടോ വണ്ടി. ഇതിന് നമ്മൾ ടെയിൽ ടൈഡ് ഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുറച്ച് ഭാഗം നമ്മൾ ഫിറ്റിങ് കഴിഞ്ഞു. അതുപോലെ ഇൻഡിക്കേറ്റേഴ്സും കാര്യങ്ങളൊക്കെ അറ്റാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഗാരേജ് ഓൾമോസ്റ്റ് കാലിയായിട്ടോ. ഞാൻ അങ്ങനെ എല്ലാ വണ്ടിയൊന്നും കവർ ചെയ്തില്ല, 1, 2, 3 വണ്ടികൾ മാത്രമേ കവർ ചെയ്തുള്ളൂ. ടെയിൽ ടൈഡ് ഫിറ്റിങ് കഴിഞ്ഞു. അപ്പോൾ നമ്മളിവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇങ്ങനെയാണ് കേട്ടോ ഫിറ്റിങ് വരിക. പിന്നെ അപ്പോൾ ഇപ്പോൾ സമയം 5:30 ആ ടൈമൊക്കെ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്തായാലും നമ്മൾ ഗാരേജിൽ വർക്ക് എടുക്കൽ കുറവായിരിക്കും. 7 മണി വരെ ഉണ്ട് കേട്ടോ ഗാരേജ്. ചെറിയ വർക്കൊക്കെ എടുക്കും. അങ്ങനെ 1 hour ആവണ വർക്കൊന്നും ഇങ്ങനെ എടുക്കില്ല. അതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. പിന്നെ കസ്റ്റമേഴ്സും കാര്യങ്ങളൊക്കെ അവിടെ വരുന്നുണ്ട് കേട്ടോ. പക്ഷേ അതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ അങ്ങനെ എടുക്കുന്നില്ല. അപ്പോൾ അതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വിശേഷങ്ങൾ. കുട്ടികളൊക്കെ സ്കൂളിൽ വിട്ട് വന്നിട്ട് ഇവിടെ തന്നെ ഇറങ്ങിയിരിക്കുകയാണ്. മോളിവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ട്.
അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഒരു മാസത്തിന് ശേഷമുള്ള ഷോപ്പിൻ്റെ അപ്ഡേഷൻസും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇനിയും എന്തായാലും റീസെൻ്റായിട്ട് ഞാൻ ഇനി മുതൽ വീഡിയോസ് ഇട്ടുകൊണ്ടേയിരിക്കുക. അപ്പോൾ എല്ലാവരും നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവണം. ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മസ്റ്റായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലീസിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനിയും നല്ല നല്ല വീഡിയോസ് ആയിട്ട് വരുന്നതായിരിക്കും. ഇറ്റ്സ് ബൈ ഫ്രം ഗ്യാരൻസ് 51.